Hi everyone, in this video lecture I am going to explain about the difference between sequential access and random access files and some of the functions related to random access. So sequential access and random access to files. Sequential access means file pointer traverses sequentially across the content in an order. നമുക്കറിയാം ഫയലിലെ കണ്ടന്റ് ഇപ്പം ഹായ് ഹൗ ആർ യു എന്നൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു whenever you open a file for either reading or writing or for any operation, file pointer will be at the beginning and it will traverse through the content till the end of the content is reached. ഓക്കെ, അപ്പോൾ ആ ഒരു സീക്വൻഷ്യൽ മൂവ്മെൻറ്റിനെയാണ് പറയുന്നത് സീക്വൻഷ്യൽ ആക്സസ് അക്രോസ് ദ ഫയൽ. റാൻഡം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ആക്സസ് ഓൺലി എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് എ ഫയൽ, ഇപ്പോൾ ഇത് കുറേ കണ്ടന്റ് ഉണ്ട്, എനിക്കിത് ഇവിടം തൊട്ടുള്ള ഡേറ്റ മാത്രം ആക്സസ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഫയൽ പോയിന്റർ, ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തു ഫോർ റീഡിങ്, സോ ഫയൽ പോയിന്റർ വിൽ ബി ഇനീഷ്യലി അറ്റ് ദ ബിഗിനിങ് and now I want to move this file pointer to some other location so that I need to start reading from that point. Okay, ഫയലിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ rather than from the beginning of the file നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയൽ പോയിന്ററിനെ ആ ഒരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. അങ്ങനെ ഫയൽസ് ആക്സസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? Random access. So if you are asked to write what is the difference between sequential access and random access, in the case of sequential access, the file pointer move sequentially across the content in an order. Okay, whereas in the case of random access, the file pointer can be pointed to any location in the file randomly so that we can read from that position. That is the concept of sequential access and random access. And in order to implement random access, there are functions available in C like fseek, ftell and rewind. These three are the functions available in C programming language to deal with random access of file, and we can see the format and the usage of each and every function in detail. So the first function is ftell. Ftell is actually used to find out the position of file pointer in file with respect to starting of the file. അതായത് ഫയൽ പോയിന്ററിന്റെ പൊസിഷൻ എവിടെയാണ്? അപ്പോൾ ഫയൽ ഉണ്ട്, അതിലിപ്പം നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് എവിടെയോ എത്തി, അപ്പോൾ ഫയൽ പോയിന്റർ ഇപ്പോൾ ഈ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് എത്ര അകലെയാണ് ഫയൽ പോയിന്റർ എന്നുള്ള ആ ഒരു ഓഫ്സെറ്റ് വാല്യൂ ആണ് എന്ത് റിട്ടേൺ ചെയ്യുന്നത്? ftell ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. സോ പൊസിഷൻ ഓഫ് ഫയൽ പോയിന്റർ ഇൻ ദ ഫയൽ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എത്ര അകലെയാണ്. സോ ഇറ്റ് ആക്ച്വലി റിട്ടേൺസ് ദ കറണ്ട് പൊസിഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ ദ സിൻടാക്സ് ഈസ് ftell of fp ആൻഡ് ഇത് ഒരു പൊസിഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു വേരിയബിൾ ഉണ്ടായിരിക്കണം. ലെറ്റ് n ബി ദ വേരിയബിൾ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. So let n be the variable. So it returns the current position of file pointer fp to variable n, and അത് return ചെയ്യുന്ന value is of long data type. Long integer ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. So it will return the relative offset എന്നാണ് ഇതിന് പറയുന്ന കറണ്ട് പൊസിഷന് റിലേറ്റീവ് ഓഫ്സെറ്റ് എന്നാണ് പറയുന്നത്. റിലേറ്റീവ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിത്ത് റെസ്പെക്ട് ടു സം വാല്യൂ എടുക്കുന്നതിനെയാണ് അതിനെ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ftell. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ എന്നിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ n ബൈറ്റ്സ്, അതായത് കറണ്ട് പൊസിഷൻ ഇപ്പൊ എവിടെയാണോ അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അത്രയും ബൈറ്റ്സ് റീഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. കാരണം ഓരോ ബൈറ്റ് വെച്ചിട്ടാണ് ഫയൽ പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ വെൻ യു ഗെറ്റ് എ വാല്യൂ ടു n, ദ മീനിങ് ഈസ് ദാറ്റ് n ബൈറ്റ്സ് ഹാവ് ഓൾറെഡി ബീൻ റീഡ് ഓർ റിട്ടൺ.
അപ്പോൾ n ബൈറ്റ്സ് ഓൾറെഡി റീഡ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഈ പൊസിഷൻ ഇവിടെ എത്തി എന്ന് പറയുന്നത്. അതായത് ഇത്രയും ബൈറ്റ്സ് റീഡ് ചെയ്താണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് അയക്കുന്നത്. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് n ബൈറ്റ്സ് റീഡ് ചെയ്ത് കഴിഞ്ഞു ഓർ n ബൈറ്റ്സ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. So that is the use of ftell function. Now next is rewind. Rewind ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ റിവൈൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം തൊട്ട് വീണ്ടും വരിക. ഓക്കെ, സോ ഇറ്റ് റീസെറ്റ്സ് ദ പൊസിഷൻ ഓഫ് ഫയൽ പോയിന്റർ ടു ദ സ്റ്റാർട്ട് ഓഫ് ദ ഫയൽ. അതായത് ഇപ്പോൾ ഫയൽ പോയിന്റർ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് അതിനെ റീസെറ്റ് ചെയ്യും. എങ്ങോട്ടേക്ക്? സ്റ്റാർട്ട് പോയിന്റിലേക്ക് റീസെറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് റിവൈൻഡ് ഫംഗ്ഷൻ. സോ ദ സിൻടാക്സ് ഈസ് റിവൈൻഡ് ഓഫ് fp. ജനറലി എഴുതുവാണെങ്കിൽ ഫയൽ പോയിന്റർ എന്ന് എഴുതുക. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. റിവൈൻഡ് fp എന്ന് പറഞ്ഞാൽ ഇപ്പം fp എവിടെയാണോ നിൽക്കുന്നത്, ഇപ്പം റീഡ് ചെയ്ത് ഇവിടെ വന്നു fp ഈ പോയിന്റിലാണ് നിൽക്കുന്നത്. റിവൈൻഡ് ഇവിടെ വെച്ച് അവിടെ റീഡ് ചെയ്ത് അടുത്ത കോഡ് നമ്മൾ റിവൈൻഡ് fp എന്ന് ടൈപ്പ് ചെയ്തു. സോ ഫയൽ പോയിന്റർ വേഗം എങ്ങോട്ടേക്ക് പോകും? സ്റ്റാർട്ടിലേക്ക് പോകും. അപ്പം ശരിക്കും പറഞ്ഞാൽ റീഡ് ചെയ്ത് വരുമ്പോൾ വീണ്ടും സ്റ്റാർട്ടിലേക്ക് പോയിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിവൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അത് ഇത് റീസെറ്റ് ചെയ്തോളും പൊസിഷൻ. സോ ആഫ്റ്റർ റിവൈൻഡ് ഫംഗ്ഷൻ ഇഫ് യു ടേക്ക് ftell ഫംഗ്ഷൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? റിവൈൻഡ് ചെയ്തു. റിവൈൻഡ് ചെയ്തപ്പോൾ fp is currently pointing to the start and if you take ftell of fp എന്ത് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്ന? ബിഗിനിങ്ങിലാണ്. അപ്പോൾ ഇറ്റ് വിൽ റിട്ടേൺ 0. ഓക്കെ, അതായത് ഒരു റിവൈൻഡ് അടിച്ചിട്ട് പിന്നെ ഒരു ftell നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. കാരണം ftell ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ദ പൊസിഷൻ ഫ്രം ദ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിങ്ങിലായിരിക്കും നിൽക്കുന്നത്. അപ്പം അന്നേരം നമ്മൾ ftell ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നിൽ 0 വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അനദർ ഒരു ആപ്ലിക്കേഷൻ പോലെ പറഞ്ഞിരിക്കുന്ന റിവൈൻഡ് ഫംഗ്ഷൻ ഹെൽപ്സ് ഇൻ റീഡിങ് ഫയൽ മോർ ദാൻ വൺസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഫയല് യൂഷ്വലി നമ്മൾ ഇതുവരെയുള്ള എക്സാമ്പിളിലെല്ലാം കണ്ടു. ഫയൽ ആദ്യം റീഡിന് ഓപ്പൺ ചെയ്തു, പെർഫോം റീഡ് ഓപ്പറേഷൻ, ദെൻ വിൽ ക്ലോസ് ദ ഫയൽ ആൻഡ് ദെൻ വിൽ അഗെയിൻ ഓപ്പൺ ഇറ്റ് ഫോർ അനദർ ഓപ്പറേഷൻ. ആ ഒരു സിൻടാക്സ് ആണ് നമ്മൾ ഇതുവരെ എല്ലാം കണ്ടത്. ഇപ്പം റിവൈൻഡ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു ഫയൽ ഓപ്പൺ ചെയ്തു ഫോർ റീഡിങ്, റീഡ് ചെയ്തു, ഇവിടെ ലാസ്റ്റ് എത്തി. ദെൻ ഇനി ഫയൽ ക്ലോസ് ചെയ്യണ്ട, അഗെയിൻ നമ്മളൊരു റിവൈൻഡ് അടിച്ചാൽ മതി. വീണ്ടും ഫയൽ പോയിന്റർ എവിടെ എത്തും? ബിഗിനിങ് ഓഫ് ദ ഫയൽ. ദെൻ യു ക്യാൻ അഗെയിൻ സ്റ്റാർട്ട് reading. Okay, so it helps in reading file more than once without closing the file. അപ്പോൾ ഫയൽ ക്ലോസ് ചെയ്യാതെ തന്നെ ഒന്നിലധികം പ്രാവശ്യം റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് റിവൈൻഡ് ഫംഗ്ഷൻ. നമ്മൾ റിവൈൻഡ് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞാൽ ഫയൽ പോയിന്റർ ബിഗിനിങ്ങിലേക്ക് പോവും. ഇനി അതല്ല, നമ്മൾ റിവൈൻഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആദ്യമായിട്ട് ഫയൽ റീഡിങ്ങിനോ റൈറ്റിങ്ങിനോ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ റിവൈൻഡ് ഓപ്പറേഷനാണ് ഇന്റേണലി നടക്കുന്നത്. അതായത് ഫയൽ പോയിന്ററിനെ എപ്പോഴും ബിഗിനിങ്ങിലേക്ക് സെറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി അത് വേണമെങ്കിൽ റിവൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. The next function is fseek. Fseek is used to move the file pointer to a desired location within the file. File pointer ഒരു ഡിസൈഡ് ലൊക്കേഷനിലേക്ക്. അപ്പം ftell ഫയൽ പോയിന്റർ എത്ര അകലെയാണെന്ന് പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നിന്ന്. റിവൈൻഡ് ആണെങ്കിൽ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് ബിഗിനിങ്ങിലേക്ക് പോകും. ഇനി ഇഷ്ടമുള്ള ലൊക്കേഷനിലോട്ട് ഫയൽ പോയിന്റർ മാറ്റണമെങ്കിൽ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് fseek ഫംഗ്ഷൻ. And the general syntax is fseek followed by file pointer. ഏത് പോയിന്ററിനെയാണോ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്, followed by offset followed by the position. അതായത് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ്സ് അല്ലെങ്കിൽ എത്ര പൊസിഷനാണ് ഇത് നീങ്ങേണ്ടത് ഫ്രം ദ പൊസിഷൻ സ്പെസിഫൈഡ്. അതായത് തേർഡ് പാരാമീറ്ററിൽ ഈ എവിടെ നിന്നാണ് മൂവ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് തേർഡ് പാരാമീറ്ററിലാണ് പറയുന്നത്. എത്രത്തോളം മൂവ് ചെയ്യണം എന്നുള്ളത് ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് ഈസ് നത്തിങ് ബട്ട് എ വേരിയബിൾ ഓർ നമ്പർ ഓഫ് ലോങ് ടൈപ്പ്. ഡേറ്റ ടൈപ്പ് അതിൻ്റെ ലോങ് ആണ്. ഇത് സ്പെസിഫൈ ചെയ്യുന്നത് നമ്പർ ഓഫ് ബൈറ്റ്സ് ഓർ പൊസിഷൻസ് ടു ബി മൂവ് ഫ്രം ദ ഗിവൺ പൊസിഷൻ. ഗിവൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തേർഡ് ആർഗ്യുമെന്റ് ആണ് കേട്ടോ. തേർഡ് ആർഗ്യുമെന്റ് സ്പെസിഫൈ ചെയ്യുന്നതിൽ നിന്ന്
എത്രത്തോളം മൂവ് ചെയ്യണം ഫയൽ പോയിന്റർ. ഇനി അപ്പൊ ഈ പൊസിഷൻ എവിടെ ഏതൊക്കെ വാല്യൂസ് പൊസിഷനിലുണ്ടെന്നാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പൊസിഷന് ഈ തേർഡ് പാരാമീറ്ററിന് 3 പോസിബിൾ വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? വാല്യൂ 0 ആണെങ്കിൽ മീനിങ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഫയൽ, അതായത് ബിഗിനിങ്ങിൽ നിന്ന് ഇത്ര അകലേട്ട് പോവുക. 1 ആണെങ്കിൽ ഫ്രം ദ കറണ്ട് പൊസിഷൻ, ഇപ്പൊ എവിടെയാണോ നിൽക്കണേ അവിടെ നിന്ന് ഒരു 10 ബൈറ്റ് കഴിഞ്ഞ് ഫയൽ പോയിന്റർ കൊണ്ടേ വെക്കാനാണ് എനിക്ക് പറയണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഓഫ്സെറ്റ് 10 സ്പെസിഫൈ ചെയ്യണം. കറണ്ട് പൊസിഷന്റെ വാല്യൂ എന്ത് സ്പെസിഫൈ ചെയ്യണം? 1 സ്പെസിഫൈ ചെയ്യണം. ദെൻ ഇഫ് ദ പൊസിഷൻ വാല്യൂ ഇസ് 2 ഫ്രം ദ എൻഡ് ഓഫ് ദ ഫയൽ, അതായത് എൻഡ് ഓഫ് ദ ഫയലിൽ നിന്ന് ഇത്ര ദൂരേട്ട് പോവുക, അതാണ് ഓഫ്സെറ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. എത്ര ഓഫ്സെറ്റ് സ്പെസിഫൈ ചെയ്യുന്ന അത്രയും ലെങ്ത് പോവുക, അത്രയും ബൈറ്റ്സ് മൂവ് ചെയ്യുക. പക്ഷെ എൻഡ് ഓഫ് ദ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് എവിടെ വരെ ഉണ്ടോ അതാണ് എൻഡ് ഓഫ് ദ ഫയൽ കേട്ടോ. അല്ലാതെ ഈ ഫയലിൽ ഇപ്പൊ നോട്ട് പാഡൊക്കെ ആണെങ്കിൽ കുറേ ഡേറ്റ സ്റ്റോർ ചെയ്യാം, പക്ഷെ നമ്മുടെ കണ്ടന്റ് എത്ര വരെ ഉണ്ടോ ദാറ്റ് ഇസ് എൻഡ് ഓഫ് ദ ഫയൽ. അപ്പൊ എൻഡ് ഓഫ് ദ ഫയലിൽ നിന്ന് നമുക്ക് യൂഷ്വലി ഫ്രണ്ടിലോട്ട് വരാൻ പറ്റും, പിന്നീട് ഇങ്ങോട്ട് പോവാതെ ഇതിന്റെ പ്രീവിയസ് ലൊക്കേഷനിലോട്ട് വരാൻ പറ്റും ബൈ ഹാവിങ് മൈനസ് വാല്യൂ ഫോർ ഓഫ്സെറ്റ്. അപ്പൊ ഓഫ്സെറ്റിന് 2 പോസിബിൾ വാല്യൂസ് ഉണ്ട്. ഓഫ്സെറ്റ് വാല്യൂ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് വരുന്ന കേസ് എപ്പോഴാണ്? എൻഡ് ഓഫ് ദ ഫയലിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞാൽ ആക്ച്വലി പിന്നെ അങ്ങോട്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് റൈറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ സ്പേസ് ഇടയ്ക്ക് വേക്കൻ്റ് ആയിട്ട് കിടക്കും. അപ്പൊ അങ്ങനത്തെ കേസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ എൻഡ് ഓഫ് ദ ഫയലിൽ നിന്ന് ഇപ്പൊ ഈ ലൊക്കേഷനിലോട്ട് ഇവിടെ നിൽക്കുമായിരുന്നു ഫയൽ പോയിന്റർ, അപ്പൊ അത് ഇവിടെ എത്തണം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ബൈറ്റ്സ് ഉണ്ടോ ഡിഫറൻസ്, ഇപ്പൊ ഒരു 20 ബൈറ്റ്സ് ആണെങ്കിൽ -20L ലോങ് ആയതുകൊണ്ടാണ് L എന്നുള്ള ഒരു സിന്റാക്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ അത് സ്പെസിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഹൗ fseek ഫംഗ്ഷൻ വർക്ക്സ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. fseek fp, 0L, 0 L എന്നുള്ള ലെറ്റർ ലോങ്ങിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. യൂഷ്വലി സിയില് ലോങ് ഇൻഡ് സ്പെസിഫൈ ചെയ്യുമ്പോൾ L കൂടെ സ്പെസിഫൈ ചെയ്യാറുണ്ട്. സോ fp, 0L, 0 എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ് വാല്യൂ എത്രയാ? 0യാ. ഏത് പൊസിഷനാണോ അവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യണ്ട. അപ്പൊ ഇനി പൊസിഷൻ ഏതാണെന്നുള്ളത് തേർഡ് പാരാമീറ്റർ അല്ലെ. വാല്യൂ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ എന്താ? ബിഗിനിങ് ഓഫ് ദ ഫയൽ. അപ്പൊ ബിഗിനിങ് ഓഫ് ദ ഫയലിൽ നിന്ന് എങ്ങോട്ടും പോകണ്ട. അപ്പൊ ബിഗിനിങ് ഓഫ് ദ ഫയലിൽ തന്നെ നിൽക്കാനാണ് ഫസ്റ്റ് എക്സാമ്പിളിന്റെ മീനിങ്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ. fseek fp, 0L, 1. 0L, 1 എന്ന് പറഞ്ഞാൽ കറണ്ട് പൊസിഷനിൽ നിന്ന് 0L. ഓക്കെ, കറണ്ട് പൊസിഷൻ എവിടെയാണോ അവിടെ നിന്ന് 0 എങ്ങോട്ടും പോവണ്ടെന്ന് തന്നെ. ഇതിന് വാല്യൂ കൊടുത്ത് ഇപ്പൊ 10 ആണെങ്കിൽ 10 ബൈറ്റ്സ് പോകും കേട്ടോ. അടുത്തത് fp, 0L, 2 എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഫയലിൽ നിന്ന് 0. അപ്പൊ എൻഡ് ഓഫ് ദ ഫയലിൽ തന്നെ. ഇതിപ്പോ എല്ലാം 0 വാല്യൂ ഉള്ള എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് 0യ്ക്ക് പകരം എനി നമ്പർ value can be given that specifies the number of bytes that is to be moved from the values given by the position. Okay, values position value 3 possible values ആണുള്ളത്, 0, 1, 2. ആ ലൊക്കേഷനിൽ നിന്ന് എത്രത്തോളം പോകണം എന്നാണ് fseek ഫംഗ്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 3 റാൻഡം ആക്സസിന് യൂസ് ചെയ്യുന്ന 3 functions. Another function that is an error handling function available in C related to files is feof. Okay, അത് റാൻഡം ആക്സസിനുള്ളതല്ല, ഒരു എറർ ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. feof സ്റ്റാൻഡ്സ് ഫോർ എഫ് എൻഡ് ഓഫ് ഫയൽ, അതായത് ഫയലിന്റെ എൻഡ് ഓഫ് ഫയൽ ആയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതിന്റെ ജനറൽ സിൻടാക്സ് feof ഓഫ് ഫയൽ പോയിന്റർ ആണ് കേട്ടോ. അപ്പൊ ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫയലിന്റെ എൻഡ് എത്തിയോ അതെയോ സ്റ്റിൽ ഡേറ്റ ഉണ്ടോ റീഡ് ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് റിട്ടേൺസ് എ നോൺ സീറോ ഇൻറ്റിജർ ഇഫ് ഓൾ ദ ഡേറ്റ ഹാസ് ബീൻ റെഡ്. ഓക്കെ, ഫുൾ ഡേറ്റ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? ഒരു നോൺ സീറോ ഇൻറ്റിജർ, അതായത് 0 അല്ലാത്തൊരു വാല്യൂ ഇത് റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്ന എന്താണ്? 0യാ. അപ്പൊ എന്താ മീനിങ്? ഫയലില് ഡേറ്റ സ്റ്റിൽ ഉണ്ട് ടു റീഡ്. അങ്ങനെയാണെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. ഓക്കെ,
ഇപ്പം ഇവിടെ എത്തി, ഫയലിലെ ഡേറ്റ തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? നോൺ സീറോ. അപ്പം നമ്മുടെ എക്സാമ്പിൾ പ്രോഗ്രാംസിലൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലനേഷനിൽ FEOF എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇഫ് കണ്ടീഷൻ്റെ അകത്താണ് കൊടുക്കേണ്ടത് FEOF ഓഫ് FP ഈക്വൽ ടു 0. അതായത് FEOF ഓഫ് FP ഇത് റിട്ടേൺ ചെയ്യും. ആ വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. അത് 0 ആണോ എന്ന് നോക്കി. 0 ആണെങ്കിൽ എന്താ അർത്ഥം? ദർ എക്സിസ്റ്റ് ഡേറ്റ. അപ്പം ഫയലിൽ ഡേറ്റ ഇനിയും ഉണ്ട് റീഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഓക്കെ. ഇനി അതല്ല, ഇത് ഈ കണ്ടീഷൻ ഫോൾസ് ആവുമ്പോഴോ ഫയലിൻ്റെ എൻഡ് ഓഫ് ഫയൽ. അപ്പം ഇത് യൂഷ്വലി നമ്മൾ വൈൽ ലൂപ്പിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ലൂപ്പ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മളെങ്ങനെ കൊടുക്കും? വൈലിനകത്ത് ഈ വൈൽ FEOF ഓഫ് FP ഈക്വൽ ടു 0. അതായത് ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആവുന്നിടത്തോളം റീഡ് ചെയ്യുക. ഇനി അനദർ സിൻടാക്സ് ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. FEOF ഓഫ് FP എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഫിന് 0 അല്ലാതെ ഏത് വാല്യൂ ഇവിടെ റിട്ടേൺ വന്നാലും ഇഫ് ട്രൂ ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പം FEOF ഓഫ് FP എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നോൺ സീറോ വാല്യൂ വന്നാലാണ് ഇവിടെ ഇഫ് ട്രൂ ആവുള്ളൂ. ഓക്കെ. 0 ആണ് അത് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പം അതിൻ്റെ എൽസിൽ പോയിട്ട് ഡേറ്റ റീഡ് ചെയ്യേണ്ട വരും. ഇനി എന്തെങ്കിലും ഒരു നോൺ സീറോ വാല്യൂ അത് റിട്ടേൺ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ? ഫയലിൻ്റെ എൻഡ് എത്തി. അപ്പം printf എൻഡ് ഓഫ് ഫയൽ. ഇത് നേരെ തിരിച്ചുള്ള കണ്ടീഷൻ. എൻഡ് ഓഫ് ഫയൽ പ്രിന്റ് ചെയ്യുന്ന കേസാണ് കാണിച്ചിരിക്കുന്നത്. അന്നേരം 0 ചെക്ക് ചെയ്യേണ്ട, ഇങ്ങനെ മാത്രം എഴുതിയാലും മതി. കാരണം ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു നോൺ സീറോ ആണെങ്കിൽ ഇഫ് എന്താവും? ഇഫ് ട്രൂ ആയിക്കോളും. ഓക്കെ. ഇഫ് 1 അങ്ങനെ ഇത് റിട്ടേൺ ചെയ്യുന്നത് 0-ന് മുകളിലുള്ളതാണെങ്കിൽ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് മെയിൻ. അപ്പോൾ എൻഡ് ഓഫ് ഫയലിന് റിട്ടേൺ ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന സിൻടാക്സ് വൈൽ വെച്ചിട്ടാണ്. അപ്പം അതൊന്ന് മനസ്സിലാക്കി ഇരിക്കുക. Now I am going to explain another read-write function available in C for dealing with files. That is fread and fwrite function. freadും fwriteും നമ്മൾ നേരത്തെ പറഞ്ഞില്ല. These functions fread and fwrite are used to read and write blocks of data. fread ആണെങ്കിൽ റീഡും fwrite ആണെങ്കിൽ റൈറ്റ് ചെയ്യാനും. ഒരു സിംഗിൾ ഡേറ്റ അല്ല, ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ. ഫോർ എക്സാമ്പിൾ ഇപ്പം സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം സ്ട്രക്റ്റ് EMB എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. ഇതിനകത്ത് എംപ്ലോയിയുടെ നെയിം ഉണ്ട്, എംപ്ലോയിയുടെ ID ഉണ്ട്, പിന്നെ സാലറി ഉണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള ഈ ഡേറ്റ ഇത് ആക്ച്വലി ഒരു എംപ്ലോയിക്ക് ഈ 3 വാല്യൂസും കാണും. ഓരോ എംപ്ലോയിക്കും ഇതിൻ്റെ ഒരു വേരിയബിൾ, സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ആൾക്കും ഒരു നെയിം കാണും, ID കാണും, സാലറി കാണും. അപ്പം അങ്ങനെയുള്ള ഡേറ്റയാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ ഡേറ്റ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് മെയിനായിട്ട് freadും fwrite ഫംഗ്ഷനും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു റീഡ് ഓർ റൈറ്റ് ബൈനറി കണ്ടന്റ് ആയിട്ടാണ് ഇത് റീഡും റൈറ്റും ചെയ്യുന്നത്. ബൈനറി ഫയൽസിൽ നിന്ന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻ ബി യൂസ് ടു റീഡ് ഓർ റൈറ്റ് സ്ട്രക്ചർ ഡേറ്റ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒരു സ്ട്രക്ചർ വേരിയബിളിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമുക്ക് freadും fwrite യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഫയൽ റൈറ്റ് ചെയ്താലും ഈ ഫയൽ തുറന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫോമാറ്റിലായിരിക്കില്ല. പക്ഷെ നമുക്ക് പ്രോഗ്രാമിൽ തന്നെ റൈറ്റും ചെയ്ത് പ്രോഗ്രാമിൽ തന്നെ റീഡും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന് അത് വിസിബിൾ ആയിരിക്കും. നമുക്ക് പ്രിന്റ് ചെയ്തെടുത്താൽ നമുക്ക് കാണാൻ പറ്റും. സോ ദ ജനറൽ സിൻടാക്സ് ഈസ് ലൈക്ക് ദിസ്: fread followed by the address of the data, followed by size of data, followed by number of data ആൻഡ് ഫയൽ പോയിന്റർ. ഓക്കെ. അപ്പോൾ അഡ്രസ് ഓഫ് ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലോക്ക് അല്ലേ. അപ്പം ഓരോ ഡേറ്റ ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഇത് തന്നെയാണെങ്കിൽ ഞാൻ സ്ട്രക്റ്റ് എംബ് ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം ഇതിൻ്റെ ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈസ് എ വേരിയബിൾ ഓഫ് സ്ട്രക്റ്റ് EMB. ഓക്കെ. അപ്പം ഇതിന് ഈക്ക് എന്തൊക്കെ കാണും? ഈക്ക് ഒരു എംപ്ലോയി നെയിം കാണും, ഈക്ക് എംപ്ലോയി ID കാണും, സാലറി കാണും അല്ലേ. ഈ എംപ്ലോയിക്ക് നെയിം കാണും, ID കാണും, സാലറി കാണും. അതായത് എംപ്ലോയി നെയിം, എംപ്ലോയി ID, സാലറി. ഓക്കെ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഓരോ
ആൾക്കും കാണും. ഇത് ഇങ്ങനെ ഇത്രയും ഒരു ഡേറ്റ, ഇതൊരു ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ്. അപ്പോൾ ഇതിനൊരു അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് മെമ്മറിയിൽ ഏത് ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിനൊരു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ആ അഡ്രസ്സാണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് അഡ്രസ്സ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ആംപസൻഡ് അല്ലേ, ആംപസൻഡ് ഇ എന്ന് പറഞ്ഞാൽ ഇ എന്ന ഈ ബ്ലോക്കിന്റെ അഡ്രസ്സ്. അപ്പം നമ്മൾ ഇങ്ങനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കൊടുക്കുമ്പോൾ ഇവിടെ ആംപസൻഡ് വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. നൗ വാട്ട് ഈസ് ദ സൈസ്? ഇനി ഇതിന്റെ സൈസ് എത്രയാണ്? അപ്പൊ സൈസ് ഗെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൈസ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതിന് പ്രത്യേക ഹെഡർ ഫയൽ ഒന്നും കൊടുക്കണ്ട, സൈസ് ഓഫ് എന്ന് കൊടുത്താൽ മതി. അപ്പൊ ആ ഫംഗ്ഷൻ വഴി നമുക്ക് സൈസ് കിട്ടും. ദെൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ സൈസ് ഉള്ള എത്ര ഡേറ്റയാണ് നമ്മൾ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ യൂഷ്വലി 1 ആണ് സ്പെസിഫൈ ചെയ്യാറ്. ബിക്കോസ് അറ്റ് എ ടൈം നമ്മൾ ഓരോ ബ്ലോക്കും ഇതേ റീഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ അങ്ങനെയുള്ള ഏതെങ്കിലും എക്സാമ്പിൾ ആണെങ്കിൽ 2, 3 എന്നൊക്കെ സ്പെസിഫൈ ചെയ്യാം. അപ്പം ഇത്രയും സൈസുള്ള എത്ര ഡേറ്റ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി ദ ഫയൽ പോയിന്റർ, ഏത് ഫയലിൽ നിന്നാണ് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഇസ് ദ ഫയൽ പോയിന്റർ. നൗ സിൻടാക്സ് ഫോർ fwrite ഫംഗ്ഷൻ ഇസ് സിമിലർ. ഇത് സെയിം ഓർഡർ തന്നെയാണ്. ഏത് ഇതിലേക്കാണ് ഡേറ്റ റൈറ്റ് ചെയ്യേണ്ടത്, അതിന്റെ അഡ്രസ്സ്, ദെൻ വാട്ട് ഇസ് ദ സൈസ്, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സച്ച് ഡേറ്റ, ഇതുപോലത്തെ എത്ര യൂണിറ്റ്സ് റൈറ്റ് ചെയ്യണം, ദാറ്റ് ഇസ് ദ നമ്പർ ഡേറ്റ, ആൻഡ് ഫൈനലി ദ ഫയൽ പോയിന്റർ. അപ്പൊ ഇതൊരു എക്സാമ്പിൾ കാണുമ്പോൾ ഇത് ക്ലിയർ ആവും. അപ്പൊ freadഉം fwriteഉം യൂസ് ടു റീഡ് ആൻഡ് റൈറ്റ് ബ്ലോക്സ് ഓഫ് ഡേറ്റ. അപ്പോൾ യൂഷ്വലി ഇത് ബൈനറി ഫയൽസ് നിന്ന് റീഡ് റൈറ്റും ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൻ്റെ ഡേറ്റാസും സ്ട്രക്ചർ വേരിയബിൾസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ജനറൽ സിൻടാക്സും പഠിക്കുക. സോ വിൽ സീ വൺ എക്സാമ്പിൾ. നൗ വിൽ സീ വൺ എക്സാമ്പിൾ വെയർ fread and fwrite function is used to read structure variable and write structure variable to file. Okay, so the header files are included. Now we are declaring a structure. What is the syntax for declaring a structure? Struct employee. Struct എന്ന കീവേഡ് യൂസ് ചെയ്യണം. അത് വെച്ചിട്ടാണ് structure declare ചെയ്യുന്നത്. Struct here the structure is employee. So there are 3 members in the structure. First one is the name of the employee, then his ID and salary. അതായത് ഒരു എംപ്ലോയിയുടെ നെയിം, എംപ്ലോയി ID ആൻഡ് സാലറി, ഈ 3 ഡീറ്റെയിൽസ് ആണ് സ്ട്രക്ചറിൻ്റെ അകത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിന് പറയുന്നത് സ്ട്രക്ചർ മെമ്പേഴ്സ് എന്നാണ്. അപ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ നെയിം എംപ്ലോയി എന്നാണ്, 3 മെമ്പേഴ്സിനെ കൊടുത്തു, ദെൻ സെമി കോളനിട്ട് അത് ക്ലോസ് ചെയ്തു. അതിനുശേഷമാണ് വോയിഡ് മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം സ്ട്രക്ചർ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിലും ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. ഇവിടെ നമുക്കൊരു ഫയൽ ഇതും കൂടെ ഉണ്ട്. സോ വി ഹാവ് ടു ക്രിയേറ്റ് എ ഫയൽ പോയിന്റർ ആൻഡ് വി ക്യാൻ ഡിക്ലെയർ എ വേരിയബിൾ ഓഫ് സ്ട്രക്ട് എംപ്ലോയി. ഈ സ്ട്രക്ട് എംപ്ലോയിയുടെ ഒരു ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഈ പ്രോഗ്രാമിൽ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് യൂസറിൽ നിന്ന് ഡീറ്റെയിൽസ് റീഡ് ചെയ്ത് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനും, അതിനുശേഷം ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുമ്പോൾ വേറൊരു വേരിയബിളായിട്ട് എടുക്കുന്നത്. രണ്ടും സെയിം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് 2ആയിട്ട് തന്നെ കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്തു. പിന്നെ ഒരു ഇൻറ്റിജർ വേരിയബിളായി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നൗ വി ആർ ഓപ്പണിംഗ് emp.txt ഫയൽ ഇൻ റൈറ്റ് മോഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. emp.txt ടു റൈറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി. അപ്പോൾ ആദ്യം തന്നെ printf എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് യൂസറിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുകയാണ്. printf എൻ്റർ നെയിം, ആദ്യം നെയിം റീഡ് ചെയ്യുകയാണ്. നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞു. scanf ഫംഗ്ഷൻ ഉപയോഗിച്ച് നെയിം റീഡ് ചെയ്യുക. Please note that when you are reading a structure variable, make sure that you are using structure variable dot member name. അതായത് ഇവിടെ നമ്മൾ റീഡ് ചെയ്യുന്ന വേരിയബിൾ ആണ്, യിലേട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ .name എന്ന് എഴുതിയിരിക്കണം. ഇത് സ്ട്രക്ചറിലെ ആദ്യത്തെ മെമ്പർ ക്യാരക്ടർ അറേ അല്ലെങ്കിൽ സ്ട്രിങ് ആയതുകൊണ്ടാണ് ആംപർസെൻ്റ് ഇല്ലാത്ത കേട്ടോ.
സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ ആംപർസെൻറ്റ് വേണ്ട. അതുകൊണ്ട് ആംപർസെൻറ്റ് ഇട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് നെയിം എന്ന് എഴുതിയിരിക്കണം. നൗ പ്രിന്റ് എഫ് എൻ്റർ ഐ ഡി. ഐ ഡി റീഡ് ചെയ്യുക. ഐ ഡി ഈസ് ആൻ ഇൻറ്റിജർ വേരിയബിൾ. സോ സ്കാൻ എഫ് %d ആംപർസെൻറ്റ് ഇ ഡോട്ട് ഇ എം പി ഐ ഡി. ആംപർസെൻറ്റ് ഇ ഡോട്ട് ഇ എം പി ഐ ഡി, അതായത് ഇ എന്ന സ്ട്രക്ചർ വേരിയബിളിലെ ഇട്ട് ഇ എം പി ഐ ഡി. ഓക്കെ, അതിൻ്റെ ഇ എം പി ഐ ഡിയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. Now enter salary. Salary is also an integer variable, so %d ampersand e dot salary. അപ്പോൾ അത് മൂന്നും റീഡ് ചെയ്തു. Now we are going to write these details into the file using fwrite function. fwrite ആണ് ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ. അപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ റൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സിൻടാക്സ് നമ്മൾ പറഞ്ഞാണ്. ആദ്യം ആ ബ്ലോക്കിൻ്റെ അഡ്രസ്സ്, ദെൻ ഇറ്റ് സൈസ്, ദെൻ അതുപോലത്തെ എത്ര യൂണിറ്റ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ദെൻ ടു വിച്ച് ഫയൽ, അതിൻ്റെ ഫയൽ പോയിൻ്റർ. അപ്പോൾ ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളല്ല, ഇക്ക് നെയിമുണ്ട്, ഇ എം പി ഐ ഡി ഉണ്ട്, സാലറി ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ആംപർസെൻറ്റ് ഇ എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ആംപർസെൻറ്റ് ഇ. ഇനി അതിൻ്റെ സൈസ് കിട്ടാനുള്ള ഒരു ഫങ്ഷനുണ്ട്, size of. This is a built-in function available in C. SIZD of. അതിൻ്റെ പാരാമീറ്റർ ആയിട്ട് ഇ നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ കൊടുത്താൽ മതി. ദെൻ എത്ര യൂണിറ്റ്സ്, ഒരു യൂണിറ്റ് അറ്റ് എ ടൈമാണ്, ദെൻ ഫയൽ പോയിൻ്റർ. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഫയലിലേക്ക് റിട്ടേൺ ആയി. നൗ വി ആർ ക്ലോസിങ് ദാറ്റ് പോയിൻ്റർ FP. ഓക്കെ, ഫയൽ പോയിൻ്റർ ക്ലോസ് ചെയ്തു. നൗ we are opening the same file in read mode. ജസ്റ്റ് അതിൽ നിന്ന് റീഡ് ചെയ്ത് നിങ്ങളെ പ്രിൻറ്റ് ചെയ്യാനാണ്. സോ FP തന്നെയാണ് പോയിൻ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഫങ്ഷൻ യൂസ്ഡ് ഈസ് fread. ഓക്കെ, ഇപ്പോൾ fwriteഉം freadഉം ആണ്. സെയിം സിൻടാക്സ് ആണ്, ആംപർസെൻറ്റ് EM, സൈസ് ഓഫ് EM. ഇവിടെ റീഡ് ചെയ്യുന്നത് പുതിയൊരു സ്ട്രക്ചർ വേരിയബിളിലേക്ക്. അതിനുവേണ്ടിയാണ് നമ്മൾ രണ്ട് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ആംപർസെൻറ്റ് EM, സൈസ് ഓഫ് EM, ദെൻ 1 യൂണിറ്റ് ആൻഡ് ഫയൽ പോയിൻ്റർ. അപ്പോൾ ഈ EM എന്ന സ്ട്രക്ചർ വേരിയബിളിനും ഇതുപോലെ തന്നെ എന്ത് കാണും, നെയിം കാണും, EMPID കാണും, സാലറി കാണും. നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂസ് കറസ്പോണ്ടിങ്ങിലി അതിലേക്ക് വന്നോളും. fread എന്ന് മാത്രം നമ്മൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രിന്റ് ദ ഡീറ്റെയിൽസ് റെഡ് ഫ്രം ദ ഫയൽ. that is first name equal to em dot name. നെയിം ഒരു ക്യാരക്ടർ അറേ ആണ്, അതുകൊണ്ട് %s. printf id em dot empid. എല്ലായിടത്തും എംപ്ലോയിയുടെ വേരിയബിൾ നെയിം യൂസ് ചെയ്യണം. em dot em name, em dot empid, em dot salary. തേർഡ് വാല്യൂ ഇസ് സാലറി. അപ്പോൾ ഇത് മൂന്നും പ്രിൻറ്റ് ചെയ്യുക. സ്ലാഷ് എന്ന് ഇട്ടിട്ടുണ്ട് ന്യൂ ലൈനിൽ പ്രിൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി. Now we can close the file pointer. So we can run the program. When you run the program, enter the details of the employee, enter the name, Sam, ID 11, salary 2600. Now when you check the output, so this is the output. നമ്മൾ എൻ്റർ ചെയ്ത നെയിമും എൻ്റർ ഐഡിയും സാലറി ആദ്യമുണ്ട്. അത് ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് കാണുന്നത്. നെയിം സാം, ID 11, salary 2600. So this is the output of the program. Okay, thank you.